വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 11. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവിക സാന്ത്വനത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, ആശ്വാസത്തിന്റെ തണലും സാന്ത്വനത്തിന്റെ ബലവും നൽകുന്ന ഒരു ദൈവം. ജീവിതത്തിന്റെ ഭാരത്തിൽ നാം തകർന്നു പോകുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ബലങ്ങളെ വീണ്ടെടുത്ത് നൽകുവാൻ ഇതാ നമുക്കായി ഒരു ദൈവം. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. 55-ാമത്തെ സങ്കീർത്തനത്തിലെ ഈ വാക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ യാഥാർത്ഥ്യമാകുന്നു. നമ്മുടെ ഭാരം നാം വഹിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും തളർന്നു പോവുകയും വീണു പോവുകയും ചെയ്തേക്കാം. എന്നാൽ ക്രിസ്തുവിനെ ഭരമേൽപ്പിച്ചാൽ അവിടുന്ന് അത് രക്ഷയുടെ അനുഭവമാക്കി മാറ്റിക്കൊള്ളും. നോക്കൂ, ഇതാ ഒരു ദൈവം. നിന്റെ ജീവിതത്തിന്റെ ബലങ്ങളെ അല്ല അവിടുന്ന് ചോദിക്കുക, നിന്റെ സമ്പത്തോ സൗഭാഗ്യമോ അല്ല, മറിച്ച് നിന്റെ ഭാരം ചോദിച്ചു വാങ്ങുന്ന ഒരു ദൈവം. ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. ആർക്കാണ് നിന്റെ ഭാരം ആവശ്യമുള്ളത്? ആർക്കാണ് നിന്റെ ദുഃഖവും വേദനയും നൊമ്പരവും ആവശ്യമുള്ളത്? നിന്റെ അധ്വാനത്തിന്റെ ഭാരം, ജീവിതത്തിന്റെ തകർച്ചയുടെ അനുഭവങ്ങൾ, നൊമ്പരങ്ങൾ, ആരും ഉൾക്കൊള്ളുവാൻ മനസ്സാകാത്തതെല്ലാം ഇതാ സ്വീകരിക്കുവാൻ ഒരുക്കമായ ഒരു ദൈവത്തിന്റെ മനസ്സ്. നമ്മെ എപ്പോഴും ക്രിസ്തു അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നാം വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കുത്തരം നൽകുന്ന ഒരു ദൈവം. നാം അടുത്തേക്ക് പോകുവാൻ മനസ്സാകുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞു. അവിടുന്ന് ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഒരിക്കലും കോപിക്കാത്ത, ശാസിക്കാത്ത, കുറ്റപ്പെടുത്താത്ത ഒരു ദൈവം. ഈ ഭൂമിയിൽ നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്രകാരമല്ലേ? നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ കൂടുതൽ മനസ്സിലാക്കണമെന്നും ഉൾക്കൊള്ളണമെന്നുമല്ലേ? എന്നാൽ ഈ ഭൂമിയിൽ അപ്രകാരം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയൂ. അവിടുന്ന് മാത്രമാണ് യഥാർത്ഥ രക്ഷകനെന്നും അവിടുന്ന് മാത്രമാണ് നമ്മുടെ അഭയശിലയെന്നും നാം തിരിച്ചറിയണം. മനുഷ്യനെ മാലാഖയാക്കുന്ന പുണ്യം വിനയത്തിന്റെയും കൃപയുടെ അനുഭവമാണ്. നമ്മുടെ സ്വാർത്ഥതയും അഹങ്കാരവും നമ്മെ തിന്മയിലേക്ക്, രക്ഷയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ ശാന്തശീലനായ ക്രിസ്തു നമ്മെ സ്നേഹപൂർവ്വം വിളിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതാണ്, ചുമട് ഭാരം കുറഞ്ഞതാണ്. നമ്മുടെ ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും അവൻ്റെ കൃപയുടെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരവും ലക്ഷ്യവുമുണ്ടാകുന്നു. നമ്മുടെ ജീവിതവും ക്രിസ്തു സ്നേഹത്താൽ നവീകരിക്കപ്പെടണം. കുറച്ചുകൂടി ലാളിത്യത്തോടും എളിമയോടും വിനീത മനസ്സോടും കൂടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പിന്തുടരുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അർത്ഥവത്തായി തീരുക തന്നെ ചെയ്യും. നമ്മുടെ കഠിന ഹൃദയങ്ങളെ വിട്ടുപേക്ഷിക്കുവാൻ മരുഭൂമിയെ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം നാം കേൾക്കണം. പരിപരുത്തവയൊക്കെ മൃദുലമാക്കപ്പെടും. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ വളഞ്ഞ വഴികളെ നേരെയാക്കുവാൻ, ജീവിതത്തിൽ മൃദുലത നഷ്ടപ്പെട്ടു പോയ ദുരനുഭവങ്ങളെ ലാളിത്യത്തിന്റെയും സൗമ്യതയുടെയും ആത്മീയതയിലേക്ക് തിരികെ വരാൻ ക്രിസ്തു ഇന്ന് നമ്മെയും ക്ഷണിക്കുന്നു. നമുക്ക് ശാന്തശീലനായ ഒരു ദൈവമുണ്ട്. ആകയാൽ ഒത്തിരി സ്നേഹത്തോടെ ആ ക്രിസ്തുവിന്റെ കൃപയുടെ നിറവിൽ അവന്റെ തിരുഹൃദയത്തിൽ നമുക്ക് അർത്ഥവും അഭയവും കണ്ടെത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ തിരുജനനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ.
സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. അനുദിനവും